ഇതാണ് ഖബർസ്ഥാൻ. മനുഷ്യജീവിതം തീരുമ്പോൾ ലോകത്തിൽ ഒടുവിലായി എല്ലാവരും എത്തിച്ചേരുന്ന സ്ഥലം. ഇവിടെ ആരും വലിയവനല്ല, ചെറുതുമല്ല. പണം, പദവി, കഴിവ് എല്ലാം ഇവിടെ അവസാനിക്കുന്നു. ഒരേ മണ്ണിലാണ് എല്ലാവർക്കും അവസാന വിശ്രമം. നിസ്കാരത്തിനും നന്മകൾക്കുമാണ് ഇവിടെ വില, അല്ലെങ്കിൽ എല്ലാം വെറുതെ. ഖബർസ്ഥാൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു വാക്കുണ്ട്: നമ്മൾ ഈ ലോകത്ത് അതിരുകളുള്ള യാത്രക്കാരാണ്. ഓരോ ഖബറും ഓരോ ചരിത്രം, ഓരോ ജീവിതം, ഓരോ ഓർമ്മപ്പെടുത്തലുകൾ. ഇവിടെ നമുക്ക് പണ്ട് പ്രിയപ്പെട്ടവർ ഉറങ്ങുന്നുണ്ട്. നാളെ നമ്മളും ഇവിടെ എത്തേണ്ടവരാണ്. അതുകൊണ്ട് ജീവിക്കുമ്പോൾ സത്യത്തോടും കരുണയോടും നന്മയോടും കൂടിയാണ് ജീവിക്കേണ്ടത്. ഖബർസ്ഥാൻ ഒരു അവസാനം മാത്രമല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു തുടക്കമാണ്, പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ മരിക്കുമെന്ന ചിന്തയോടെ ജീവിക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: എല്ലാ മനുഷ്യരും മരണത്തെ സദാ ഓർക്കണമെന്ന്. മരണം നമുക്ക് നൽകുന്ന പാഠം നന്നായി ജീവിക്കണമെന്നും മറ്റൊരു ലോകമുണ്ടെന്നും അതിനുവേണ്ടി അധ്വാനിക്കണമെന്നും സഹജീവികളോട് കരുണയോടും കാരുണ്യത്തോടും ദയോടും കൂടി വർത്തിക്കണമെന്നും മരണം നമ്മെ സദാ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു പ്രതാപിയും എല്ലാ കാലത്തും പ്രതാപിയായി ജീവിക്കാൻ ഇവിടെ സാധ്യമല്ല എന്ന് ഖബർസ്ഥാൻ നമ്മെ വല്ലാതെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തെ വിലയിരുത്തലും അവരുടെ ജീവിതത്തിൽ വിധി നടപ്പാക്കലുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതുറങ്ങാനുള്ള സമയമാണോ എന്ന് അപരനോട് ചോദിച്ചതിന് സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് നിന്നെ ഞാനൊരു വർഷത്തിന് ഉറങ്ങാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് റിയാഹിനുൽ ഖൈസി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആഖിറത്തിലേക്കുള്ള ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. മഹാന്മാർ കാണുന്നതിലെല്ലാം ആഖിറത്തെയാണ് ദർശിക്കുന്നത്. അവർക്ക് നാളെ റബ്ബിൻ്റെ മുമ്പിലുള്ള നിൽപ്പായിരുന്നു മുഖ്യം. ഈ ദുനിയാവിൽ നടക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരെ ബാധിക്കുമായിരുന്നില്ല. എന്നാൽ ആഖിറവുമായി ബന്ധപ്പെടുന്ന ഏത് ചെറിയ വിഷയവും അവർക്ക് വലുതായിരുന്നു. കൂട്ടുകാരെ, നമുക്ക് പോയി കിടക്കാനുള്ള ഖബർസ്ഥാൻ, അതിനെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി ആലോചിക്കുകയും ആഴത്തിൽ ചിന്തകൾ നടത്തിയിട്ടുമുണ്ടോ? അള്ളാഹു നമുക്ക് നന്മയുടെ ഓരം പറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.